ഇസബേലിനെ പേടിച്ച് ഏലിയാവ് ഓടി. ദൂതൻ അവന് അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു. ഇവിടെ ഇപ്പോഴിതാ ഏലിയാവിനേക്കാൾ ശ്രേഷ്ഠൻ സ്നാപക യോഹന്നാൻ ഇസബേലിനെ പോലുള്ള ദുഷ്ടസ്ത്രീയായ ഹെരോദിയാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കൊരു ഭയം വന്നു. കാരണം ഗവൺമെന്റാണ് എതിർത്തിരിക്കുന്നത്. ശിഷ്യന്മാർക്കൊരു ഉൾഭയം അവർ പുറത്ത് കാണിച്ചില്ല. ഇടയിലില്ലാത്ത ആടുകളെ പോലെ അവരെല്ലാവരും യേശുവിൻ്റെക്ക് വന്നു. നിർജ്ജന സ്ഥലം എന്ന് പരിശുദ്ധാത്മാവ് എഴുതാൻ കാര്യം വേറെ ഒന്നും പ്രതീക്ഷിച്ചല്ല. കർത്താവേ, ഇനി നീയേ ഉള്ളു തുണ, ഒരാശ്വാസവാക്ക് കേൾക്കാനാ വന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞ് എല്ലാവരും ഫുഡ് കൊടുത്തിട്ട് വിട്ടാൽ മതി. ഗവൺമെന്റ് എതിർക്കുന്നത് കണ്ട് പേടിക്കേണ്ടെന്ന്. ഇവിടെ സ്വർഗീയ ഗവൺമെന്റ് ഉണ്ട്, സ്വർഗത്തിന്റെ രാജകുമാരനുണ്ട് നിങ്ങളെ പുലർത്താൻ. ജനങ്ങൾക്ക് അത് മതിയായിരുന്നു, ശിഷ്യന്മാർക്ക് അതുപോരാ. അതുകൊണ്ട് അവരെ തനിയെ വഞ്ചിയിൽ വിട്ടിട്ട് കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ ഉയരുന്ന തിരമാലകളുടെ മേളിൽ കൂടി രാത്രിയിൽ കർത്താവ് നടന്നു വന്നു. വെള്ളത്തിന്റെ മീതെ നടന്നു വന്നു. കാറ്റ് കണ്ട് പേടിക്കണ്ട. വചനത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, പത്രോസ് വെള്ളത്തിന്റെ മീതെ നടന്നു യേശുവിനെ കണ്ടിട്ട്. പക്ഷെ കാറ്റ് കണ്ട് പേടിക്കിയാൽ അവൻ വെള്ളത്തിൽ താണു. അപ്പോൾ പേടിപ്പിക്കുന്ന ചില കാറ്റുകളൊക്കെ ഉയരുമ്പോൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട, അത് ഞാനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവോടെ വരുന്നതാണ്. നിങ്ങളെ മുക്കിക്കളയാനല്ല, വെള്ളത്തിന്റെ മീതെ നടക്കാൻ പഠിപ്പിക്കാൻ, സകലത്തെയും വാഴുന്നവരാക്കാൻ. പ്രൊവിഷനായാലും പ്രൊട്ടക്ഷനായാലും, അത് ഇന്ത്യയിലായാലും വിദേശത്തായാലും യേശുവുണ്ട്. ഭയപ്പെടണ്ട.